ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ്. അതൊരു ചെറിയൊരു ഏരിയയിൽ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതിമനോഹരമായ കടകളാണ്. ചെറിയ സ്റ്റാൾ, ഫുഡുകളും അതുപോലെ തന്നെ തുണി, അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെയൊക്കെ ഡ്രസ്സുകളൊക്കെ കീറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി തയ്ച്ച് അതൊക്കെ ഇടാൻ പറ്റും. തയ്യക്കട കേട്ടോ ഇവിടെ. ലേബേഴ്സിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പം ഡ്രസ്സൊക്കെ കീറിയതുമൊക്കെ മാംഗോ ലസ്സി. ഫ്രൂട്ട്സ് തന്നെ ഇപ്പോൾ ആൾക്കാർ വരുമല്ലോ. അപ്പം അതാ ഇത്രയും സെയിലുള്ളതുകൊണ്ടല്ലോ എത്ര അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഫിഷ് കാണിച്ച് വെച്ചേക്കണ്ട. ഓ 5 ദിറം. മീൻ കറി പോലെ. ഇതെന്നാ അവരുടെ കറി ഇങ്ങനെ ഇരിക്കുന്നത്, വറുത്തിട്ട് കറി വയ്ക്കുക ചെയ്യുന്നവന്മാർ. ബെഞ്ചാരോ വ്ളോഗിൻ്റെ പുതിയ അധ്യായത്തിലേക്ക് നിങ്ങൾക്കേവർക്കും സ്വാഗതം. വീണ്ടും ഒരു കിടുക്കാച്ചി വീഡിയോയുമായിട്ട് നമ്മൾ ദുബായിലാട്ടോ. ദുബായ് അൽക്കൂസ് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്താണ് നമ്മളിപ്പോൾ വന്നേക്കുന്നത്. ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ഒരു മാർക്കറ്റുണ്ട്. ആ മാർക്കറ്റിൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളുമാണ് നിങ്ങളുമായിട്ട് പങ്കിടാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് കേട്ടോ. നേരെ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. ഇതാട്ടോ ലേബേഴ്സ് കമ്മ്യൂണിറ്റി മാർക്കറ്റ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു ഭാഗത്തായിട്ടാണ് കേട്ടോ. ഈ ഒരു സംഭവം ലേബർ കമ്മ്യൂണിറ്റി മാർക്കറ്റ്. അതൊരു ചെറിയൊരു ഏരിയയിൽ ചെയ്ത് വെച്ചേക്കുക കേട്ടോ. അതിമനോഹരമായ കടകളാണ്. ചെറിയ സ്റ്റാൾ, ഫുഡുകളും അതുപോലെ തന്നെ തുണി, അതുപോലെ തന്നെ ലേബേഴ്സിൻ്റെയൊക്കെ ഡ്രസ്സുകളൊക്കെ കീറിയൊക്കെ ഉണ്ടെങ്കിൽ അവിടെ കൊണ്ടുപോയി തയ്ച്ച് അതൊക്കെ ഇടാൻ പറ്റും. അങ്ങനെ തയ്ക്കാൻ പറ്റും. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ആയി വരുന്നേ ഉള്ളൂ. ഒരു രാത്രി സമയത്തായിരിക്കും എല്ലാവരും വർക്കൊക്കെ കഴിഞ്ഞ് വരുന്ന സമയത്തായിരിക്കും അതൊക്കെ കൂടുതലായിട്ട് ആക്റ്റീവ് ആകുന്നത്. ഈ കഴിഞ്ഞ ദിവസത്തെ മഴയ്ക്ക് ഇവിടെയെല്ലാം തുറന്നു വെച്ചതാണ് കേട്ടോ. അപ്പോൾ ചെറിയ ഇതുപോലുള്ള വെള്ളക്കെട്ടുകളാണ്. അതായത് ഇവിടെയൊക്കെ മഴ ജസ്റ്റ് ഒന്ന് ചാറി അങ്ങ് പോയതേ ഉള്ളൂ. അല്ലായിരുന്നെങ്കിൽ ഇവിടെ മുഴുവൻ വെള്ളമായേനെ. ഈ വഴിക്ക് വരാൻ പറ്റത്തില്ലായിരുന്നു കേട്ടോ. എല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ കേട്ടോ കടകളൊക്കെ. മോനെ പച്ചക്കറികൾ, ഡ്രസ്സുകൾ 10 രൂപയായിരുന്നു 20 രൂപയായിരുന്നു. അത് നോക്കുന്നു. തയ്യക്കട, ടൈലറിങ് തയ്യക്കട കേട്ടോ ഇവിടെ. ലേബേഴ്സിന് വേണ്ടിയുള്ള ഒരു മാർക്കറ്റാണ് കേട്ടോ. അപ്പം ഡ്രസ്സൊക്കെ കയറിയതുമൊക്കെ കൊണ്ട് തയ്ക്കാനൊക്കെ ഉപയോഗിക്കുന്നതാണ് തോന്നുന്നു. ഒന്നും ലസ്സി ഉണ്ടോ ചേട്ടാ? ലസ്സി ഉണ്ടോ? ലസ്സി ഒരു ലസ്സി മാംഗോ ലസ്സി. ഇനിയുണ്ട് കൊഞ്ച്. ഫ്രൂട്ട്സ് ആയിരിക്കും വെച്ചേക്കുന്നതാണോ? ഫ്രൂട്ട്സ് തന്നെ ഇപ്പോൾ ആൾക്കാർ വരുമല്ലോ. അപ്പം അതാ ഇത്രയും സെയിലുള്ളതുകൊണ്ടല്ലോ എത്ര അരിഞ്ഞ് വെച്ചേക്കുന്നത്. ഇവിടെ ബിരിയാണി KFC ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നു. എന്നാ വേണം? സ്റ്റാളുകളെല്ലാം ഓപ്പണായി വരുന്നേ ഉള്ളൂ ഇവിടെ. ഇവിടെ ഇതുണ്ടോ? ഫിഷ് കാണിച്ച് വെച്ചേക്കണ്ട. ഓ 5 ദിറം. മീൻ കറി പോലെ. ഇതെന്നാ അവരുടെ കറി ഇങ്ങനെ ഇരിക്കുന്നത്, വറുത്തിട്ട് കറി വയ്ക്കുക ചെയ്യുന്നവന്മാർ.
മുഴുവൻ മധുരമാണ്. മധുരത്തേക്ക് ഒരു പായ്പാടുണ്ട് ഈ സാധനം. ഫിഷ് കണ്ടോ? അതാ മോനെ ഇത് ആറ്റുമീനായിരിക്കും മധുരം കഴിക്കുന്നത്. വേണ്ട പച്ചക്കറി അത് അപ്പുറത്തെ ഇവിടെ മുഴുവൻ പച്ചക്കറി. ആടിൻ്റെ തല, പാത്രക്കടകൾ, ചിന്തിക്കടകൾ, പാത്രങ്ങൾ, അണ്ടാവുകൾ, തുണിക്കടകൾ അവിടെ ഇല്ല. അല്ല നമുക്ക് വേണ്ടത് അത് ചോദിച്ചിട്ട് കാര്യം. ഇതിപ്പോൾ അങ്ങോട്ട് മാറ്റുന്ന ആണോ പറയുന്നത്? ഇവിടെ നിന്നൊരു ഒരു പാർക്കിൽ വീഴുമ്പോൾ പാർക്കിംഗ് ഏരിയ. ഇതെനിക്ക് ഇവിടെ വില പേശി മേടിക്കാൻ പറ്റുമെന്ന് കേട്ടോ. ഇവിടെ ഇങ്ങനെയുള്ള കടകളിലെല്ലാം വില പേശാണ്. ആണല്ലേ. പമ്പ അങ്ങനെ നമ്മുടെ ആ ഒരു ചെറിയ മാള് പോലെ സംഭവം കേട്ടോ. ഒന്നും രക്ഷയില്ല. ലേബേഴ്സിന് വേണ്ടിയുള്ള സാധനങ്ങളൊക്കെയാണ്, വിലക്കുറവുള്ള സാധനങ്ങളും പിന്നെ അവരുടെ ആവശ്യത്തിനുള്ള സാധനങ്ങളും ഒക്കെ ആയിട്ടുള്ള സംഭവങ്ങൾ കേട്ടോ. ഫുഡും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെയാണ് അതിൻ്റെ അകത്തുള്ളത് കേട്ടോ. ഇതൊക്കെയായിരുന്നു നമ്മുടെ ദുബൈയിലെ ഈ ഒരു വീഡിയോ കേട്ടോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഒക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കണ്ട. കിടുക്കാച്ചി വീഡിയോകളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.